അഭിഷേക് ജയദീപ് എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. പുള്ളിയെ മോശമായ രീതിയിൽ വേറൊരു അഭിഷേക് കഴിഞ്ഞ സീസണിൽ സംസാരിച്ചായിരുന്നു. അപ്പം ആ ഒരു സംഭവം സംസാരിച്ചപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത കുറെ ആളുകൾ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഏത് അഭിഷേകിനെ? രണ്ടാമത്തെ നമ്മുടെ മിഡ് നൈറ്റ് മുള്ളംകൊല്ലിയിലെ അഭിഷേകിനെ. ഓക്കെ, അങ്ങനെ അത് ആ ഒരു സപ്പോർട്ടിലാണ് ആള് തേർഡ് റണ്ണറപ്പ് വരെ ചുമ്മാ നിന്ന് പോയതെന്ന് പറയുന്നവരുണ്ട്. വോട്ടെവർ, അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോ ഇവിടെ പലരും പറഞ്ഞിരുന്നു അഭിഷേക് ലക്ഷ്മിയും തമ്മിൽ ഫ്രണ്ടാണ്. അപ്പൊ വന്നു പോയതിന്റെ ഒരു ഇൻഫ്ലുവൻസ്, ആക്ച്വലി ലക്ഷ്മി പറയുന്നത് സ്വന്തം മോൻ ഇൻഫ്ലുവൻസ് ആവുമെന്ന്. അട്ടർ പൊട്ടത്തരത്തില് ലക്ഷ്മിയാണ് ഇവിടെ ഇൻഫ്ലുവൻസ് ആയത്. അപ്പൊ എനിക്ക് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ പലരും പറഞ്ഞിരുന്നു അതിന്റെ പുറകിൽ അഭിഷേക് ഉണ്ട്, അഭിഷേക് പറഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആള് സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അതിന്റെ വീഡിയോ ഒന്ന് കേൾക്കാം. ലക്ഷ്മി ഇതുപോലെ ഒരു ഞങ്ങൾ ഈ അവർ കയറിയ സമയത്ത് അഭിഷേക് പിന്നെ ഇതൊന്ന് സെറീന ആൻഡ് മാരാർ കയറിയ അന്ന് രാത്രി ഞങ്ങൾ ഗാർഡനിൽ ഇരുന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പൊ ലക്ഷ്മി പറഞ്ഞ എനിക്ക് ചെറിയ ക്ലൂസ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എന്റെ ഗെയിം മാറ്റാൻ സമയമായി, ഞാൻ കോണ്ടന്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ ആര് പറഞ്ഞിട്ടാ ലക്ഷ്മി ഇത് കിട്ടുമെന്ന് വെച്ചപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പറഞ്ഞു അത് അഭിഷേകാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു ലക്ഷ്മി പക്ഷെ ഡയറക്ട്ലി സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ പല കോൺവെർസേഷൻ അവിടെ നടക്കുന്നത് സോഫ്റ്റ്വെയർ ഇങ്ങനെ എഴുതുമായിരിക്കും, അല്ല ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ട്, ആ സൈൻ ലാംഗ്വേജിൽ അഭിഷേക് പറഞ്ഞു. ഓ, സോഫയിൽ എഴുതി കാണിക്കാൻ സൈൻ ലാംഗ്വേജ് ഒക്കെ അവിടെ ഉണ്ടോ? അപ്പൊ ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ? ഇത്രയും ക്യാമറ ഉണ്ടായിട്ടും ഇവരുടെ ഈ ഒരു സൈൻ ലാംഗ്വേജും സോഫയിൽ എഴുതി കാണിക്കുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ അഭിഷേക് പോയി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മി എന്ത് ചെയ്തത്, കോണ്ടന്റ് മാറ്റിയത്, കുറച്ചും കൂടി ഹൈപ്പ് ആക്കണം. അതായത് നമ്മുടെ അക്ബർ പറഞ്ഞ മാതിരി തക്കാളി ഇഷ്യൂ, ദോശ ഇഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, കുറച്ചും കൂടി വലിയ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആളിപ്പോ മുട്ടൻ 8-16 പണി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ അഭിഷേക് പോയിട്ട് കുറച്ചും കൂടി ഗെയിം മാറ്റി കളിക്കണം. അല്ലെങ്കിൽ അഭിഷേക് കയറിയിട്ട് നേരെ പറഞ്ഞു ഇങ്ങനെ അതിലെ നോറെ പോയിട്ട് ഇങ്ങനെ ചൊറിയുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുക, കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്, അപ്പൊ എനിക്ക് കുറെ സപ്പോർട്ട് കിട്ടി, റീച്ച് കിട്ടി, അതേപോലെ നീ അങ്ങനെ ചെയ്യ് എന്ന് അഭിഷേക് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിഷേക് ആ ഷോയുടെ ഒരു നീതിയില്ലാത്ത പരിപാടിയാണ് കാണിച്ചത്. അല്ലെങ്കിൽ ലക്ഷ്മിക്ക് വലിയൊരു ആപ്പാണ് കൊടുത്തിട്ട് പോയത്. അപ്പം കണ്ടന്റ് മാറ്റി കളിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് അഭിഷേക് പറഞ്ഞപ്പോൾ അഭിഷേകിന്റെ ഗെയ്യും ലക്ഷ്മി നേരത്തെ കണ്ടിട്ട് കളിക്കുന്നതാണോ ഏതോ മൊത്തം കൺഫ്യൂഷനാണ്. ഇതിനുള്ള മറുപടി അഭിഷേക് ആൻസറബിൾ ആണ്. ദിയാസാന ഇന്റർവ്യൂവിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേകിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. അത് എനിക്കും സംശയമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ സംശയം വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ അസ്ഥാനത്തായിപ്പോ. അപ്പൊ എഴുതി കാണിക്കുന്നതും ആംഗലേയ ഭാഷയൊക്കെ എന്താണ് ബിഗ് ബോസ് ഞങ്ങൾ കണ്ടിരുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി കാണിച്ചും ആംഗലേയ ഭാഷയിൽ കൂടെ പോകുന്നുണ്ടെന്നുള്ള കാര്യം ചോദിക്കേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ലക്ഷ്മി അതായത് അഭിഷേകിനെ കാണിച്ചു, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ പുറത്തുനിന്ന് ഒരു ഫിലിം പ്രൊമോഷന് കയറിയിട്ട് ആൾ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു, അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ലക്ഷ്മി ഇങ്ങനെ കാണിച്ചേക്കണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ മണ്ടത്തരം തന്നെ ഞാൻ പറയും, പൊട്ടത്തരം തന്നെ പറയും. അപ്പൊ അങ്ങനെ ഒരു ടോക്ക് അവിടെ വരാനുള്ള കാരണം അഭിഷേക് ആണെന്നാണ് ഇൻഡയറക്ട്ലി ലക്ഷ്മി എഴുതി കാണിച്ചു പറഞ്ഞു എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പ്രവീൺ പറയുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് സത്യങ്ങൾ അറിയാനുണ്ട്. എന്തെന്നായാലും നല്ല 8-16 പണി തന്നെയായിരുന്നു. അങ്ങനെ ഒരു സൊസൈറ്റിക്ക് എതിരായിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് നമ്മുടെ ലക്ഷ്മി ഇന്നലെ പറയണ്ടായിരുന്നു പുരുഷന്മാർക്ക് എല്ലാവർക്കും വേണ്ടി മാപ്പ് പറയണമെന്ന് പറഞ്ഞ ലക്ഷ്മി എന്നെ പറയണ്ടായിരുന്നു ലക്ഷ്മിയുടെ ഫ്രണ്ട് ഇങ്ങനെ സൂസൈഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിലവാരമില്ല. ഇപ്പം മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാം അല്ലെ. പക്ഷെ പ്രവീൺ പറഞ്ഞത് നോട്ട് ചെയ്യുക, അഭിഷേകിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയിട്ടാണ് ലക്ഷ്മി ഇങ്ങനത്തെ ഒരു സംസാരം സംസാരിച്ചത്.